ലൈവിൽ അനീഷും അനിമോളും എല്ലാവരും ബെഡ്റൂമിൽ വന്ന് കിടക്കുകയൊക്കെയാണ്. അപ്പം അനീഷിൻ്റെ ബെഡിൽ ഇങ്ങനെ ചാരിയിരിക്കുന്ന അനിമോള് ബ്ലാങ്കറ്റ് ഇട്ട് മൂടിയിരിക്കുകയാണ്. അപ്പോൾ സാബുമോൻ അവിടെ നിന്നിട്ട് പറയണ്, ഈ അനീഷ് അനിമോളുമായിട്ട് ഇപ്പം ലവ് കോംബോ പിടിച്ചിരിക്കുകയാണ്. എന്തായാലും ഉറപ്പായിട്ട് ഇവരൊരു കോംബോ ഉണ്ട് ഇവരുടെ ഇടയിൽ എന്ന് പറയുന്നു. അപ്പം ഈ സാബുമോന് ഭയങ്കര നുണയനാണെന്ന് ലാലേട്ടൻ തന്നെ അത് തെളിയിച്ചാണ്. അവിടെയും ഇവിടെയും നിൽക്കും. ഇവിടെ നിന്ന് കേൾക്കും ആദിലയുടെ നൂറയുടെയൊക്കെ സപ്പോർട്ട് ചെയ്ത അക്ബറിൻ്റെ കാര്യങ്ങളും നെവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് അവിടെ പോയിട്ട് ഇവരുടെ കാര്യം പറയും. അത് നെവിൻ ഇപ്പോൾ ഇന്നലെയും കൂടെ പറഞ്ഞ്, നിന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, നീ നാരദനാണ് എന്നാണ് വിളിച്ചിരുന്നത് നെവിൻ. ആ ഒരു സ്വഭാവമാണ് ഇപ്പോൾ സാബുവിന് മിണ്ടാപ്പൂച്ച കളയടക്കുന്ന ഒരു സ്വഭാവം. അപ്പം ഇങ്ങനെ അനീഷും മിണ്ടാതിരിക്കുകയാണ്. അത് കേട്ടിട്ട് അനുമോളും മിണ്ടുന്നില്ല. അനീഷ് ഏട്ടൻ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല, പഠിച്ച കള്ളനാണ്. അയാളെല്ലാം പഠിച്ചിട്ട് വന്നേക്കുവാണ്. അതുമല്ല, അയാൾക്ക് നമ്മൾ ശരിയെന്ന് പറയുന്നത് അയാൾ തെറ്റേ പറയത്തുള്ളൂ. അപ്പോൾ അയാൾക്ക് അവിടെ ഒരു ഇത് ഉണ്ടാക്കാമല്ലോ, സ്ക്രീൻ സ്പേസ് കൊടുക്കാമല്ലോ. അതൊക്കെ അയാൾ ഭയങ്കര ബുദ്ധിമാനാണ് ആദിലൊക്കെ. ഇപ്പോൾ ഈ ലവ് കോംബോയിലും അയാൾ ബുദ്ധിപൂർവ്വം കളിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നു. അപ്പം നെവിൻ പറയുന്നത്, വൃത്തികേട് പറയാതെ അനങ്ങാതിരിക്കടാ, അവർ ഫ്രണ്ട്സാണ് എന്നും പറഞ്ഞ് ചൊരുത്തവളയെന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരട്ടപ്പേര് വിളിക്കുകയാണ്. പക്ഷേ വീട്ടിലുള്ള എല്ലാവരും ഇപ്പോൾ 2 ദിവസമായിട്ട് ഇത് തന്നെയാണ് പറയുന്നത്. അക്ബറാണെങ്കിലും ഷാനവാസാണെങ്കിലും ആദില നൂറ എല്ലാവരും ഇപ്പോൾ ഇവരെ ഈ പേരൊക്കെ പറഞ്ഞിങ്ങനെ കളിയാക്കുന്നുണ്ട്. ഇപ്പോൾ ആദിലയും നൂറയും അവിടെ ഇരുന്ന് ചിരിക്കുകയാണ് സാബുമോൻ പറയുമ്പോൾ. എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അനിമോൾ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ സാബുമോൻ ഇത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് ഉറപ്പാണ് ഇവർ ലവ് കോംബോ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാബുമോൻ മിണ്ടാതിരുന്ന സാബുമോനാണ് ഇപ്പം ഭയങ്കര ഒരു ഇതായി മാറിയിരിക്കുകയാണ്, നാരദനായി മാറിയിരിക്കുകയാണ്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും.